മഥുര നഗരത്തിലാണിപ്പോൾ നമ്മൾ. ക്ഷേത്രങ്ങളുടെ നഗരം, വാസ്തുവിദ്യയുടെ വിസ്മയങ്ങൾ. ഈ നഗരത്തിൻ്റെ ചരിത്രത്തിൽ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളുണ്ട്, തിരുമലൈ നായ്ക്കർ. തിരുമലൈ നായ്ക്കരുടെ ഒരു പാലസ് ഉണ്ട് മധുരയിൽ. ആ പാലസ് കാണുന്നതിനായാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളിപ്പോൾ ആ പാലസിലെത്തിയിരിക്കുകയാണ്. പാലസിലേക്കുള്ള എൻട്രി ടിക്കറ്റ് ഉണ്ട്. അഡൽട്ട്സിന് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയാണ് ടിക്കറ്റ്. രാവിലെ 9 മുതൽ 5 വരെയാണ് വിസിറ്റിംഗ് ടൈം. പാലസിനകത്തോട്ട് പോവുകയാണ്. 1623 മുതൽ 1659 വരെ ഏകദേശം 36 വർഷം നീണ്ട ഭരണമായിരുന്നു തിരുമല നായ്ക്കരുടേത്. മധുരയുടെ രാഷ്ട്രീയത്തെയും സാംസ്കാരിക പൈതൃകത്തെയും ഈ ഭരണം പൂർണ്ണമായും മാറ്റിമറിച്ചു. നമ്മളങ്ങനെ പാലസിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 17-ാം നൂറ്റാണ്ടിലെ 13 മധുര നായിക് രാജാക്കന്മാരിൽ ഏറ്റവും ശക്തനും ശ്രദ്ധേയനുമായിരുന്നു തിരുമലൈ നായ്ക്കർ. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഡൽഹി സുൽത്താനേറ്റിൻ്റെയും ബീജാപ്പൂർ, ഗോൽക്കൊണ്ട പോലുള്ള ഡക്കാൻ മുസ്ലിം രാജ്യങ്ങളുടെയും നിരന്തരമായ ഭീഷണികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. എങ്കിലും ബുദ്ധിയും തന്ത്രങ്ങളും കൂട്ടുകെട്ടുകളും ഉപയോഗിച്ച് അദ്ദേഹം തൻ്റെ രാജ്യത്തെ സംരക്ഷിച്ചു. 1623 മുത്തു വീരപ്പ നായ്ക്കരുടെ ശേഷം തിരുമലൈ നായ്ക്കർ അധികാരത്തിലേറി. അന്ന് ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയ അവസ്ഥ അത്യന്തം അസ്ഥിരമായിരുന്നു. വിജയനഗര സാമ്രാജ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മധുര, തഞ്ചാവൂർ, ജിങ്കി, മൈസൂർ എന്നീ നായിക് ഭരണാധികാരികൾ പരസ്പരം അധികാരത്തിനായി പോരാടുകയായിരുന്നു. രാജാവായ ഉടൻ തന്നെ തിരുമലൈ നായ്ക്കർ വിജയനഗര രാജാക്കന്മാർക്ക് നൽകി വന്ന കപ്പം നിർത്തിവെച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് മധുര ഒരു സാംസ്കാരിക തലസ്ഥാനമായി മാറി. മീനാക്ഷിയമ്മൻ ക്ഷേത്രം, രാജഗോപുരം, തെപ്പക്കുളം, ഇതിനെല്ലാം ഉപരി ഒരു കാലത്ത് ഇന്ന് കാണുന്നതിൻ്റെ 4 ഇരട്ടി വലിപ്പമുണ്ടായിരുന്നു ഈ മഹൽ. ഇന്ത്യൻ വാസ്തുവിദ്യയുടെ അത്ഭുതങ്ങളിലൊന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഇറ്റാലിയൻ രജ്പുട്ട് സ്റ്റൈലിലാണ് ഇതിൻ്റെ നിർമ്മിതി. ഈ കൊട്ടാരത്തിന് പ്രധാനമായും 2 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. സ്വർഗമണ്ഡപം, മറ്റൊന്ന് രംഗമണ്ഡപം. തിരുമലൈ നായ്ക്കർ ഉപയോഗിച്ചതായി കരുതപ്പെടുന്ന ഒരു സിംഹാസനം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിവിശാലമായ അങ്കണങ്ങളോടുകൂടി കൊട്ടാരത്തിലെ കൂറ്റൻ തൂണുകൾ, 58 അടി ഉയരമുള്ള ഏകദേശം 248ഓളം തൂണുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പല പ്രമുഖ തെന്നിന്ത്യൻ ചിത്രങ്ങളുടെയും നൃത്തരംഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ബോംബെ എന്ന ചിത്രത്തിലെ ഒരു ഗാനരംഗം, ഗുരു എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനരംഗവും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. തിരുമല നായ്ക്കരുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയായ ചൊക്കനാഥ നായിക് തിരുച്ചിറപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടാരം പണിയുന്നതിനായി ഈ കൊട്ടാരത്തിൻ്റെ കുറേ ഭാഗങ്ങൾ പൊളിച്ചു കൊണ്ടുപോയതായും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മഹലിൻ്റെ ചരിത്രം പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു പേരുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 19-ാം നൂറ്റാണ്ടിൽ മദ്രാസിൽ ഗവർണറായിരുന്ന നേപ്പിയർ പ്രഭുവാണത്. തകർച്ചയെ നേരിട്ട് കൊണ്ടിരുന്ന ഈ കൊട്ടാരം പുനരുദ്ധരിച്ച് ഇന്ന് കാണുന്ന നിലയിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തായിരുന്നു. 1866 മുതൽ 72 വരെ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പുനരുദ്ധാരണം അദ്ദേഹം നടത്തിയത്. പണ്ട് കാലത്ത് മനുഷ്യരുടെ മൃതശരീരം അടക്കം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ചാറകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഈ കുടങ്ങൾ പോലെ കാണുന്നത്.